Top of the morning to all ladies and gentlemen. Welcome back to another video. That goofy dude. Actually morning അല്ല ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ വൈകിട്ടായി. ഞാനും നാരായണൻകുട്ടി, ലൂക്ക അച്ഛൻ, ലൂക്ക പട്ടി, ഹായ്, വിഷ്ണു, അംജിത് ഖാൻ. Oh my God, who is this? അംജിത് ഖാൻ. Oh my God. പിന്നെ ഷിഫിൻ. നമ്മൾ ഇത്രയും പേരും കൂടെ IFFK പരിപാടിക്ക് ചുമ്മാ ഇറങ്ങിയ രാജാക്കാടിന് ശേഷം നമ്മൾ എല്ലാരും നമ്മൾ കണക്ട് ആയിരിക്കും. അപ്പൊ എന്തായാലും IFFK പരിപാടിക്ക് പോയിട്ട് തിരിച്ച് ഇവർക്ക് ഒരു ഷൂട്ടിന്റെ സംഭവം കിട്ടി. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ അല്ലേ? അത് RJ ഷിഫിനാണ്. ഓൾസോ ഇൻഫ്ലുവൻസർ. ഇതാരും അറിഞ്ഞൂടാ എന്ന് വിചാരിച്ച് നടക്കുന്ന കിടിലം. മുംബൈയിലുണ്ട് ഷാരൂഖ് ഖാൻ, തിരുവനന്തപുരത്തുണ്ട് അംജിത് ഖാൻ, ആലപ്പുഴയുണ്ട് നാരായണൻകുട്ടി, എറണാകുളത്തുണ്ട് മഴവിൽ നാരായണൻ. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, ഒരിടത്ത്. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുമോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലടാ ചോദിക്കണ്ടായിരുന്നു. അപ്പം കുറച്ച് ഫുഡ്, നാടൻ ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് ഇവിടെ പട്ടത്തുള്ള. അപ്പം ഇവിടെ വന്നിട്ടൊന്ന് ഫുഡെല്ലാം കുറച്ചധികം സാധനമുണ്ട്. പുട്ടി കാണിച്ചു തരാം, നോക്കിയോ. ഇവിടെ എന്ത് സംഭവം? ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ വന്ന എന്തിനാണ് ശരിക്കും ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ പൊതിച്ചോറും കട്ടിച്ചോറും. ഓക്കെ, നല്ല മൂവി. അപ്പൊ അത് ട്രൈ ചെയ്യാൻ പോണോ അതോ എങ്ങനെയാണ്? നമ്മൾ അത് ട്രൈ ചെയ്യണുണ്ട്. പിന്നെ നാടൻ ഐറ്റംസ് ആണ് ഇവിടുത്തെ മെയിൻ. അപ്പം കരിമീൻ പൊള്ളിച്ചത്, സിലോപ്പി പൊള്ളിച്ചത്, നെയ്മീൻ പൊള്ളിച്ചത്, പിന്നെ പാൽക്കപ്പ, അതുപോലെ ബീഫ്. ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ സാമാനവും ഉണ്ട്. എല്ലാം ഉണ്ട്. ഇന്ത്യയിലല്ല, എല്ലാം ഉണ്ട്. മറ്റേ മൾട്ടി ക്യൂസീൻ ആണ്. പക്ഷേ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ നാടൻ ഐറ്റംസ് ആണ്. ഹലോ, അപ്പൊ ആര് ചിലവാണെന്ന് പറഞ്ഞു? ഇവിടെ ആര് ചിലവാടാ ഇന്ന്? നാരായണൻകുട്ടി ഷാജി. അത് ഇവന്റെ തലയിലേ നീയാണോ? ഓൾ ദ ബെസ്റ്റ്. ഡാ, ഇവന്റെ വക ചിലവാണെന്നാണ് പറയണത്. ഇവന്റെ അല്ല, നിന്റെ അല്ല, അവന്റെ. അപ്പോൾ നാരായണൻകുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു യങ്ങായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മെയിൻ ഇപ്പോഴത്തെ വെച്ചാൽ ഡ്യൂട്ടി കഴിയുക, സ്ട്രേഞ്ചേഴ്സിനായിട്ട്. അതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു നേരത്തെ ഫുഡ് വാങ്ങി തരാൻ പുള്ളിക്കാരെ ഏതോ പള്ളിയിൽ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു നേരത്തെ ഫുഡ് നമ്മളെ നാരായണൻകുട്ടി വാങ്ങി തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാരായണൻകുട്ടി ഇപ്പൊ ഒരു ട്രിക്ക് പറഞ്ഞു തന്നു. എന്തോന്ന് സിനിമാറ്റിക് കിട്ടാൻ സൗണ്ട് കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ഇത്രയും നോർമലിലാണ് എടുത്തത്. അപ്പോൾ നോക്കട്ടെ. ഹലോ, ചെക്ക്. നമസ്കാരം, എൻ്റെ പേര് അംജിത്ത് എന്നാണ്. ഇത് നമ്മുടെ നാരായണൻകുട്ടിയാണ്. കുട്ടി വല്ലതും പറഞ്ഞു സൗണ്ട് ഒക്കെ പറ. കിളി പോയി. എന്തെങ്കിലും പറ, ചുമ്മാ പറ. സൗണ്ട് പോയി. കഴിഞ്ഞു സൗണ്ട് നോക്കൂ. എടേ, ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ അപ്ഡേറ്റ് അറിയാൻ പോയി. ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് പരിപാടിക്ക് ഇറങ്ങിയത് അണ്ണം വിളിച്ചിട്ട് അണ്ണ വന്ന തള്ളപ്പത്തി എടാ അപ്പോഴും പോയി. അവിടെ പോയിട്ട് ഒരു പ്ലാൻ ചെയ്തു നമ്മൾ സാധനം പറഞ്ഞു കൊടുത്തു. 10 rupees ഓരോ കോഫി ഡേറ്റ് വിത്ത് 30 രൂപ. ഇങ്ങനെ ചെന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് നമ്മളെ റാൻഡം നമ്മളെ അടുത്ത് പോയിട്ട് 10 rupees അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റ് ഏത് വേണമെന്ന് പിക്ക് ചെയ്യണം. ഞാൻ പോയാലും ഇവൻ 10 rupees എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അയക്കാൻ പറഞ്ഞ് GPayയും കൊടുത്ത് 20 രൂപ എന്താ അയച്ചല്ല 30 രൂപ അയച്ച് 30 അവർ ഹാപ്പി ആയിട്ട് അവർ പോയി ചായ കുടിച്ചാണ്. ഇപ്പം അപ്പഴത്തേക്ക് പോയി ചായ കുടിച്ച് കാണും. ഒരാൾ വന്നായിരുന്നു, അത് കുറച്ച് ഏറ്റില്ലടാ. പക്ഷെ അത് ഷൂട്ടുണ്ടായിരുന്നു, മീഡിയയിലുള്ളതായിരുന്നു. ഷൂട്ടിന്റെ ഇടയിലായിരുന്നു. പക്ഷെ അത് നീറ്റ് കുറച്ച് നേരത്തെ വന്നിട്ട് വല്ല ആൾക്കാർ സെറ്റായാണ്. പക്ഷെ നമുക്ക് വർക്ക് ഈസ് വർഷിപ്പ്. നല്ല തിരക്കായി. രാത്രി മാനവീത് കൊടുക്കണം. അവിടെ തൊട്ടടുത്ത് ചായക്കടല്ല. അപ്പോൾ ശരി, ഫുഡ് വരട്ടെ. വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ആഫ്റ്റർ ദാറ്റ് ഫുഡ് ഏതൊക്കെ കൊള്ളാമെന്ന് പറയും. ഇവിടെ കൊഞ്ച് പറഞ്ഞ് പുട്ടുണ്ട്. കൊഞ്ചിനെ കൊഞ്ചിച്ചെടുക്കണം കേട്ടോ. കൊഞ്ചെന്ന് പറഞ്ഞാൽ കൊതിയാണ് കേട്ടോ. കൊഞ്ചിനെ കൊഞ്ചിച്ചെടുക്കണോ?
ഞാൻ എങ്ങനെ എടുത്തത് അത് പിന്നെന്താ പറഞ്ഞത് പാൽക്കപ്പ എന്തൊക്കെ കുറെ പറഞ്ഞപ്പോ വരും അമ്മായി ഫിഷ് ഫ്രൈ അതായത് അടിച്ചിട്ട് കള്ള കരിമീന കൊഞ്ചം എന്ന് വെച്ചാൽ കൊടുക്കുക ഭക്ഷണം അവിടെ മൈ ഇങ്ങനെ ഫസ്റ്റ് ഐറ്റം വന്നല്ലോ ഗൈസ് ബ്രോ വാട്ട് ഈസ് ദിസ് ചിക്കൻ സൂപ്പ് ഇത് വിരട്ടാതെ അങ്ങനെ പേടിച്ചു പോയി ചിക്കൻ സൂപ്പ് കിട്ടി നുണയില് നുണ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഐറ്റം ക്ലിയർ സൂപ്പ് എന്ന് പറയുമ്പോൾ അറിയില്ല പുള്ളി ക്ലിയർ ആയിരിക്കും പെപ്പറുണ്ട് സത്യം സൂപ്പുണ്ട് പിന്നെ കുടിച്ചോ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൂടെ ഇത് കോംപ്ലിമെൻ്ററി ചെയ്യാം കേട്ടോ ഞാൻ ആക്ച്വലി പറഞ്ഞില്ലേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും പെർക്കുണ്ടാകും ഇത് നമ്പർ 1 ഫ്രീ കോംപ്ലിമെൻ്ററി സൂപ്പ് കിട്ടി ബാക്കി നോക്കാം അത് തരുമുണ്ടോ നീ ഭയങ്കര പ്രൊഫഷണൽ ആവല്ല നീ നമ്മളെ ഇടയിൽ നിന്ന് പറഞ്ഞ എന്താ പറയാ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേർഡല്ല ഓക്കെ പെപ്പർ ഉണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് പറഞ്ഞില്ലേ കുഴപ്പമില്ല കുറ്റം പറയാൻ പാടില്ല അല്ലടാ പെപ്പറിന്റെ ഓരോ കുരുമുളകും കൊള്ളാം പെപ്പറിന്റെ ഓരോ കുരുമുളകും കൊള്ളാം നരകളി നരയായി വന്നു പെപ്പറിൽ ഓരോ കുരുമുളകും കൊള്ളാം അർജുൻ അത്രയും വിവരവും വിദ്യാഭ്യാസവും ആരും നമ്മൾ കൊടുക്കും മതി ഇനി നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് ഐറ്റം വന്നിരിക്ക എണ്ണ ഇത് കരിമീൻ ഇരുന്ന് നുണയാണ് വയ്ക്കാതെ ഇത് പ്രോ അതെന്താ ആവോലി ആ ഓക്കെ ഇതെന്താ ഇതാണ് മെയിൻ ഫോട്ടോഗ്രാഫർ ഓഫ് ദി സെഞ്ചുറി ഫുഡ് നിർത്തി വയ്ക്കുക എടുക്കുക ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുക ഒരാൾ തിന്നാലേ ഇവിടെ കൊതിയുണ്ട് നാരായണൻകുട്ടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പ് ഓരോ തുള്ളിയും ആസ്വദിച്ച് കഴിക്കുന്നു അതെ സ്ട്രോബെറി അല്ല ടൊമാറ്റോ എന്താ സൂപ്പർ അംജിത്തെ ഇപ്പൊ നീയാണോ ഇത് കൊണ്ടുവരണ സൂപ്പർ ഇതേത് ഐറ്റത്തിന്റെ പേരെന്താ സൂപ്പർ അവൻ തിരക്കിലാണ് വീഡിയോ കാര്യത്തിൽ ഇവിടെ തിരക്കില്ലാത്ത വേറൊരു ക്രിയേറ്റർ ഹായ് നീ ടേസ്റ്റ് നോക്കിയോളാം ചെറിയ മസാല സൈഡിൽ നിന്നെല്ലാം എടുത്തിട്ട് കഴിച്ചിരിക്കുന്നു നല്ല എരിവ് അതിന്നാ ഇതില്ലടാ മീനി അങ്ങനെയുണ്ട് പുള്ളിയും കൂടെ കടി ചുണ്ട് കടി ഇത് മസാല സൂപ്പറാണ് കേട്ടോ ഇത് കാന്താരി പോലെയൊക്കെ തോന്നുന്നു നല്ല എരിവുണ്ട് ഈ സാധനം നല്ല ഓയില് എരിവുണ്ട് ഇതിന് എടുത്ത് കഴിയണം കാന്താരിയാണ് തോന്നുന്നു ജസ്റ്റ് ഒന്ന് കഴിച്ചേ ആ കിട്ടും ഓക്കെ ഇതാ അപ്പം വന്നിരിക്കുന്നു ആരുടെ അപ്പം മറ്റേ പൊതിച്ചോറന്നു എന്തിൻ്റെ പേര് ഇത് കരിമീൻ പൊള്ളിച്ചു നോക്കി നൈസ് ഉണ്ട് ചൂട് പുട്ട് വന്നിരിക്കുന്നു ഗോയിസ് ചൂട് പുട്ട് പപ്പടം പ്രസൻറ്റേഷൻ അടിപൊളിയല്ലേ ഇങ്ങനെ ഷോട്ട് ഇത് എന്താണ് പാൽക്കപ്പേരെ അടിപൊളി നാരായണൻകുട്ടി എന്തിനടുത്ത് തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ നിൽക്കണം ഒരു ഇവിടെ നൈസായിട്ട് എരിവ് ഇഷ്ടം പൊളിയില്ലേ എരിവ് ഇഷ്ടമാണോ എനിക്ക് എന്താ മണ്ടേ
മോനെ എന്നിട്ട് മുട്ട ഇപ്പം പറ്റുന്നില്ല അതെന്താന്ന് എനിക്കറിഞ്ഞോ ഭയങ്കര ഓക്കെ നീ കാണാൻ കഴിയുന്നു മുള്ളു സീനാവും കൊണ്ട് പോകേണ്ടി വരും. ഈ മസാല പുളി കേട്ടോ തിന്നാനും പറ്റുള്ള പെർക്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ നമ്പർ 2 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ ഓക്കെടാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ വന്നാൽ കുറച്ച് ലേറ്റ് ആവും ഷൂട്ട് ചെയ്യാനുള്ള ഇതുണ്ട് സഹിക്കുക നിങ്ങൾ ശരിയുണ്ട് മസാല ഉള്ള സാധനമില്ലേ മറ്റേ ലൂക്കാച്ചൻ കഴിച്ചുകൊണ്ടത് വിഷയം ഞാൻ കഴിച്ചത് അതേത് കരിമീനോ കരിമീൻ ഫ്രൈ ഇവിടെ സൂപ്പറായിട്ടാ തള്ളാനുള്ളതല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണ ക്വാളിറ്റി ഉണ്ടല്ലേ വെളിച്ചെണ്ണ എല്ലാം കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രൈ ഭയങ്കര സൂപ്പറാണ് ഈ സാധനങ്ങൾ നിങ്ങളിത് വഴി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ പോളിങ് തുടങ്ങി നാരായണൻകൂട്ടാ കഴിച്ചിട്ട് ഏതാ തുടങ്ങി ഞാൻ കഴിക്കുന്നില്ല എല്ലാത്തിനും വരും കോൺ വെയിറ്റ് ടു ടച്ച് അപ്പം പാൽക്കപ്പയും ബീഫും ആണ് ഇപ്പോൾ അടുത്ത ലൊക്കേഷൻ ട്രൈ ചെയ്യുമ്പോൾ ഓക്കെ കപ്പ ബീഫ് ലെസ്കോ ഓക്കെ ഓ തേങ്ങക്കൊത്ത കണ്ടില്ല സൂപ്പർ അതുള്ള ബീഫ് തീർന്നു അഞ്ചു കൊടുത്തോ ഞാൻ ഫാനായില്ല. വരല്ലേടാ ഞാൻ ഫാൻ ബോയ്. ഞാൻ പോയാ സൂപ്പർ ഇതിൻ്റെ കൂടെ ബീഫാണോ പോണേ ഞാൻ ബീഫ് ട്രൈ ചെയ്ത് സാധനം കൂടെ മിൽക്കിന്റെ പാൽ എല്ലാവർക്കും ഉണ്ട് തീർന്നു വേഗം തീർന്നു ആരും കിട്ടിയില്ല പറക്കി തെറ്റി ബാക്കി പിന്നെ ഫുഡ് ചിക്കൻ കറി ഫുള്ള് കഴിച്ചു ഇപ്പോൾ ഒരു പെരിപ്പരി അൽഫാം കിട്ടി അവർ നമ്മൾ പറിച്ച് തിന്നുന്നു ഈ പ്രോൺസ് കഴിച്ചാൽ ഇത്ര നേരം വലിച്ചെറി തിന്നവനാണ് ഒരു പ്രോൺസ് തിന്നപ്പം അണഞ്ഞുപോയി അമ്മാരി എരിവായിരുന്നു ഞാൻ മാത്രമേ ഉള്ളതാണ് ഇവർ പറയണത് എരി നമുക്കൊരു വിഷയമല്ല വീഡിയോ ഇപ്പോൾ പോകുന്നത് നെയ്മീൻ പൊള്ളിച്ചത് എന്നൂടെ പറഞ്ഞ നെയ്മീൻ പൊള്ളിച്ചത് ചത് അങ്ങ് അറ്റത്തെ വാർഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കഴിയാൻ എരി പൊളിഞ്ഞിരിക്കണേ അത് ഈ സാധനം ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ മുളക് അത് ഏതാണ് ഇത് മുളക് ഉണ്ടല്ല പിന്നെ അല്ലാത്ത വലിയ മുളക് അത് ഏറ്റവും വിഷയം എരിവായിരുന്നു വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം എരിവായിരുന്നു ടേസ്റ്റ് ഉണ്ട് പുതിയ ബ്രീഡ് മുളകാണ് ഓഹോ ഏത് ബ്രീഡ് എന്ന് മനസ്സിലായി അത് അഞ്ചിത്തിന് കൂടുതൽ അറിയില്ല ആ ബ്രീഡ് മുളകിൻ്റെ ഈ എല്ലാ ബ്രീഡും അറിയാം. അത് ഓ ഒന്ന് ഒരു ബ്രീഡ് നോക്കൂ അഞ്ചിതാണ് അവിടുത്തെ ബ്രീഡ്. ഓക്കെ 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 ഇനി ഇവിടെ നിന്ന് മീൻ തിന്നാനുള്ള സമയം അവർ സമ്മതിക്കൂല കടയിൽ നോക്കി വിടും നെയ്മീൻ സൂപ്പർ സോഫ്റ്റ് എന്ത് പറഞ്ഞു 10 rupees കോഫി റേറ്റ് ഇല്ലേ അതൊന്ന് കോപ്പിക്ക് മേടിച്ചിട്ട് പോവാ എന്നിട്ട് കോപ്പിക്ക് കൊടുക്കും അതിൻ്റെ വഴിയുള്ളൂ അതിങ്ങനെ വാങ്ങിച്ചാൽ മതി പക്ഷെ നിൻ്റെ കൂടുതൽ 10 രൂപയുടെ പോകണത് അത് ഓർമ്മ വേണം ആർക്കും നിന്റെ കൂടെ പിടിക്കണ്ട ചായ കുടിക്കണം നൈസായിട്ട് പറഞ്ഞാ ബാക്കിയുള്ള പുറത്തിറങ്ങിയില്ല പറയാം ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഓടിഞ്ഞ് കഥ പറഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ പറഞ്ഞില്ല അപ്പം എന്താണ് പ്ലസ് പറയൂ ഒന്നുമില്ല വേറെ കുറച്ച് ഫുഡ് കിട്ടും ഫുഡ് വിഷയമായിട്ട് കിട്ടും ക്വാണ്ടിറ്റി നമുക്കിന്ന് കിട്ടിയത്
ഇന്ന് കൊടുക്കണ പോർഷൻ തന്നെ കുറച്ച് നമ്മൾ പറഞ്ഞു ഹാഫ് മതി എന്ന് പറഞ്ഞു. ഹാഫ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് റൈസും സംഭവമൊക്കെ. ചേച്ചി മേടിച്ചു ബാക്കിയെല്ലാം ഫുഡെല്ലാം സെറ്റായിരുന്നു. നൈസായി. കടയിലെ പേരെന്ന് കുട്ടനാടൻ കുഞ്ച ചായക്കട ഉണ്ട്. അത് പ്ലസ് ഹൈലൈറ്റ് ആണ് കേട്ടോ. പ്ലസ് അപ്പോൾ ഇത്രയുള്ള ചെറിയ വീഡിയോ എല്ലാം നിങ്ങൾ നോക്കിയാൽ